നമ്മൾ വീണ്ടും വീണ്ടും കലാകാരന്മാരെ ഈ വേദിയിൽ അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള മികവ് പുലർത്തിക്കൊണ്ട് ഈ വേദിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ മലനാട് ചാനലിൻ്റെ ഈ സംപ്രേഷണം ലോകത്തുള്ള മുഴുവൻ മലയാളികളും കാണുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് റാനിയ മെഹറിനെ പരിചയപ്പെടുത്തുന്നത്. ഏത് വിഭാഗത്തിനാണെന്ന് മോള് തന്നെ പറഞ്ഞേക്കും. യു പി വിഭാഗം അറബിക് പദ്യം ചൊല്ലലിന് ഇവിടെ റാനിയ നിൽക്കുമ്പോൾ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ഈ പദ്യം അല്ലെങ്കിൽ ഈ കവിത എഴുതിയ പ്രിയപ്പെട്ട അധ്യാപകനാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ആ കവിതയുടെ പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞോളൂ. ഞാൻ നൗഷാദ് എന്നാണ് എൻ്റെ പേര്. GUPS തലപ്പുഴ. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ പ്രയാസവും ദുരിതങ്ങളും അവരുടെ ഒരു നിരന്തരമായ കൊലപാതകമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. നമ്മുടെ റാനിയെ പോലെ തന്നെ വളരെ ചെറിയൊരു കുഞ്ഞ്, ഒരു ചെറിയ കുഞ്ഞ്, അവളെ സമ്പത്ത് ഇങ്ങനെയൊക്കെ വീതം വെക്കണം എന്ന് എഴുതി വെച്ചിട്ട് പിറ്റേത്തെ ദിവസം ബോംബിങ്ങിൽ മരിച്ചു പോവുകയാണ്. അതൊക്കെ ഇതിവൃത്തമാക്കിയിട്ടുള്ള ഒരു കവിതയാണ്, ഫലസ്തീനെ കുറിച്ചുള്ളൊരു കവിതയാണ്. കഴിഞ്ഞ വർഷം ഇതിന് ജില്ലാതലത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ തവണയാണ് കുട്ടി. ഏതായാലും വലിയ സന്തോഷമുള്ളത് സ്വന്തം അധ്യാപകൻ എഴുതി കൊടുത്ത കവിത തന്നെയാണ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം വാങ്ങാൻ അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടാൻ കുട്ടിക്ക് കാരണമായത്. ഒപ്പം നിൽക്കുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല കലാകാരൻ കൂടിയാണ് അല്ലേ? അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കിയത്. ഏതായാലും ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം അവതരിപ്പിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. നമ്മുടെ നടനായ മധുവിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മധു നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. കഴിച്ചമ്മേ, ഓർമ്മയുണ്ട് കച്ചമ്മേൻ, എനിക്ക് മുഖം ഓർമ്മ കാണില്ല. കന്നിയിലെ കടവിലും സെക്രട്ടേറിയറ്റിലും നീ തെണ്ടി നടഞ്ഞപ്പോ എന്റെ ഈ പോക്കറ്റിനടി ഞാൻ കാശടിച്ചു തന്നെ. വളരെ ഒരു കയ്യടി നന്നായിട്ട് കൊടുക്കാം. കാരണം മോളോടൊപ്പം വന്നിട്ടുള്ള വലിയ കലാകാരൻ ഇനിയും ഏതൊക്കെയോ ഉണ്ടല്ലോ. NN പിള്ള. എന്തൊക്കെയാ ഞാൻ മറക്കണ്ടേ? എന്റെ ഭാര്യ, എന്റെ ലക്ഷ്മി കൺമുന്നി കിടന്ന് പിടഞ്ഞ് മരിച്ച് ഞാൻ മറക്കണോ? ഏതായാലും ഒരു ഐറ്റം കൂടി ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചോളൂ. മോൾക്ക് വേണ്ടി വന്നപ്പോ ആ കുപ്പയാണ് വിലസുന്നത് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും സഞ്ചാരം എന്ന പരിപാടി. തലേ ദിവസത്തെ യാത്രാക്ഷീണം മാറ്റി പ്രസിദ്ധമായ ഒരു നഗരത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. റോഡരികിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടാണെന്ന് മനസ്സിലായി. താങ്ക് യു. വളരെ സന്തോഷം. ഏതായാലും റാനിയ മെഹറിന്റെ പിതാവ് നമുക്ക് വേണ്ടി മിമിക്രി അവതരിപ്പിച്ചു. കലാകാര കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ്, മക്കളെല്ലാവരും തന്നെ കലാകാരന്മാരായിട്ട് മാറും. ഉപ്പ മിമിക്രി പഠിപ്പിക്കുന്നുണ്ടോ? അതുകൂടി ഒന്ന് പരീക്ഷിച്ചു പോയിക്കോളൂ. ഇനി മോള് വല്ല അവതരിപ്പിക്കുമോ? നോക്കി നോക്കൊന്ന്. പറയാൻ പറ്റില്ല. ഓക്കെ. ഏതായാലും റാനിയ ഇവിടെ UP വിഭാഗം അറബിക് പദ്യത്തിൽ എ ഗ്രേഡ് നേടി. പ്രിയപ്പെട്ട അധ്യാപകൻ അത് എഴുതി. ഇപ്പോൾ പിതാവ് ഇവിടെ നമുക്ക് മിമിക്രി അവതരിപ്പിച്ച്. ഏതായാലും മലനാട് ചാനലിന് സന്തോഷം, പ്രേക്ഷകർക്കും സന്തോഷം, സ്കൂളിന് സന്തോഷം, കൂട്ടുകാർക്കൊക്കെ സന്തോഷം, മലനാട് ചാനലിന് സന്തോഷം. ഇപ്പോഴൊരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങൾ മലനാട് ചാനലിന് വേണ്ടി നൽകുകയാണ്. ആ മോൾ സമ്മാനം വാങ്ങുന്നതിന് മുമ്പ് ആ കവിത 2 വരി ചൊല്ലിക്കോളും. في الصمت القاتل كم من الأطفال الأبرياء مثل أنا قد قتلوا على مر سنين. أدعوكم لتوجيه انتباهكم الكامل إلى عزة. هذا الشعر كتبه نوشا النضبي في بحر الرمل. فاعلات فاعلات فاعلون فاعلات فاعلات فاعلون في موسم القلب الكآبة تملأ ببكاء أطفال الفلسطيني هوو. താങ്ക് യു. ഏതായാലും അധ്യാപകൻ അതിൻ്റെ ആന്തരികാർത്ഥമൊക്കെ ഇവിടെ പറഞ്ഞു തന്നുകൊണ്ട് വളരെ സന്തോഷമായി. ആ മലനാട് ചാനലിൻ്റെ ഗിഫ്റ്റ് സാറ് തന്നെ ഒന്ന് കൊടുത്തോളൂ. എന്തായാലും ഓക്കെ, സന്തോഷം. ഇനിയും പുതിയ കലാകാരന്മാരുമായി നമ്മുടെ വേദി തുടരുകയാണ്.